പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ ലോകത്തെ ജീവിതത്തിൽ അനവധിയായ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് സംരക്ഷകനാണെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് നീ നൽകുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്ന് നിന്റെ വേദപ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹീതരെ, 37-ാം സങ്കീർത്തനത്തിൽ നിന്ന് വീണ്ടും നാം ചിന്തിക്കുന്നു. 5-ാം വാക്യത്തിൽ കാണുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക എന്ന്. ഭക്തന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് വിശ്രമിക്കുന്നതിന് അവന്റെ ജീവിതയാത്ര പെരുവഴി അരികിൽ നിൽക്കുന്ന ഒരു ചുമടുതാങ്ങി പോലെയാണ് യഹോവ. ഇന്നിപ്പോൾ നാം കാണാത്ത ഒരു വസ്തുവാണ് ചുമടുതാങ്ങി. നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ദൈവികമായ വഴികളിൽ കൂടിയല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടിയും ദുർബായങ്ങൾ പ്രയോഗിച്ചും കാര്യസാധ്യം പ്രാപിക്കുന്നതിനെ കുറിച്ചും മുഷിയാതിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അത് ഉപേക്ഷിക്കുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരുണീയമായ സംഗതി. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കുമെന്ന് 11-ാം വാക്യം കാണുന്നു. ദൈവം ദുഷ്ടന്മാരെ തള്ളിയിടും, അവൻ നീതിമാന്മാരെ ഉയർത്തുകയും രക്ഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. നാം മാത്രമായി തഴിക്കുന്നു എന്ന് തോന്നുന്നത് ദുഷ്ടന്മാരോടുകൂടെ അസൂയപ്പെടുകയും ചെയ്യുന്നത് ഭോഷത്വവും നിഷ്പ്രയോജനവും അത്രേ. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടും. എന്നാൽ യഹോവയിൽ പ്രത്യാശിക്കുന്നവർ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, അവർ സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കും. ഗുസ്തി പഠിക്കുന്ന ഒരു യുവാവ് ഒരു ദിവസം ഒരു പുരോഹിതനെ ചെന്ന് കാണുകയുണ്ടായി. മറ്റുള്ളവരുടെ ഉപദ്രവം തടുത്തു നിൽക്കുന്നതിന് അടിത്തട പഠിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് അദ്ദേഹം വൈദികനോട് ചോദിച്ചു. ഉത്തരം, ഒരു തെറ്റുമില്ല, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചതാണ്. ചെറുപ്പക്കാരൻ വൈദികനോട് ചോദിച്ചു, ആരുടെ മുറയാണ് പഠിച്ചത്? ഉത്തരം, സദൃശ്യവാക്യം 15-ാം അധ്യായം 1-ാം വാക്യം. ലളിതക്കാരനായ ആ വൈദികൻ പറഞ്ഞ അഭ്യാസമുറയാണ് സങ്കീർത്തനത്തിലും പർവ്വത പ്രസംഗത്തിലും നാം കാണുന്നത്. കർത്താവിന്റെ പർവ്വത പ്രസംഗം മഹാത്മാഗാന്ധിയെയും ആകർഷിച്ചതും പ്രകാശിപ്പിച്ചതുമാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമ്പാദിച്ച് അഹിംസാത്മകമായ സത്യാഗ്രഹ പ്രസ്ഥാനം രാഷ്ട്രീയ രംഗത്ത് ഈ വാക്യം പ്രയോഗമാക്കിയതുമാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായ ഒരു തത്വമാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ, വിവിധങ്ങളായിട്ട് നാം അറിഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും പെറ്റമ്മ മറന്നാലും മറക്കാത്തവനായ ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും ചെയ്യണം. നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, പലവിധമായ കഷ്ടപ്പാടുകൾ ഞങ്ങളെ പലരും അനാവശ്യമായും അകാരണമായും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അവർ തഴിച്ചു വളരുകയും ചെയ്യുന്നു. യഥാർത്ഥമായി ദൈവാത്മാ നിഷ്ഠയോടെ ജീവിക്കണമെന്ന് വിചാരിക്കുമ്പോഴും അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത വിധം അവർ പ്രകോപിപ്പിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. നിന്റെ പാതയെ തിരിച്ചറിയുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കുറവ് ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.